ചെയ്യുന്നത്. Now if you turn to John chapter 10 and verse 10, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ you read that the devil is called a thief there. അവിടെ പിശാചിനെ കള്ളൻ എന്ന് വിളിച്ചിരിക്കുന്നു. Read that verse please. ആ വാക്യം വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. The thief cometh not but for to steal and to kill and to destroy. I am come that they might have life and that they might have it more abundantly. In this chapter Jesus calls himself the good shepherd. ഈ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യേശു തന്നെ നല്ല ഇടയൻ എന്ന് വിളിക്കുന്നു. He says, I have come to protect my sheep, but there is a thief who wants to steal these sheep and to kill and to destroy them. യേശു പറയുകയാണ്, ഞാൻ എന്റെ ആടുകളെ സൂക്ഷിക്കുവാൻ വന്നിരിക്കുന്നു, എന്നാൽ അവയെ മോഷ്ടിച്ച് അവയെ അറുത്ത് കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട്. So how does this devil try to steal our souls? എപ്രകാരമാണ് ഈ പിശാച് നമ്മളുടെ ആത്മാവിനെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്? Just like a man grabs away a jewelry, this thief doesn't do that. ഒരു മനുഷ്യൻ ഏതെങ്കിലും ആഭരണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഈ ശത്രു ചെയ്യുന്നില്ല. Last week, or rather a couple of weeks ago, a man who was working as a cook in a house, he added sedatives to the food and put everyone to sleep in the house, broke open a cupboard and took 65 lakhs worth of jewelry and fled to his hometown in North India. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ പാചകക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്ത് ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഉറക്കി കിടത്തി അവിടെയുള്ള അലമാര പൊളിച്ച് അതിനകത്തുണ്ടായിരുന്ന 65 ലക്ഷം രൂപയും ആഭരണങ്ങളും എടുത്തുകൊണ്ട് താൻ വടക്കേന്ത്യയിലേക്ക് ഓടിപ്പോയി. Now, but they recovered it and they got the thief also. എന്നാൽ തന്നെ പിടിക്കുകയും അതെല്ലാം തിരികെ വീണ്ടുകൊള്ളുകയും ചെയ്തു. This devil doesn't do that. ഈ പിശാചാകുന്ന കള്ളൻ അങ്ങനെ ചെയ്യുന്നില്ല. He steals the soul by allowing it to remain inside. താൻ ആ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുവാൻ അനുവദിച്ചുകൊണ്ടാണ് അതിനെ മോഷ്ടിക്കുന്നത്. So we can have a soul that is inside us and yet it can be stolen. നമ്മുടെ ഉള്ളിൽ ഒരാത്മാവ് ആയിരിക്കുമ്പോൾ തന്നെ അത് മോഷ്ടിക്കപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരിക്കും. So maybe right now while we are sitting here, we might be sitting here with souls that are stolen away by the thief. ഒരുപക്ഷെ ഇപ്പോൾ നമ്മിൽ പലരും ഇവിടെ ആയിരിക്കുന്നത് പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയ ആത്മാക്കളുമായിട്ടായിരിക്കാം. It may be in our hands, it may be right here, but it may be stolen by the devil. ഒരുപക്ഷെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം, എങ്കിലും അത് പിശാചിനാൽ മോഷ്ടിക്കപ്പെട്ടിരിക്കാം. How does the devil steal the soul? എങ്ങനെയാണ് പിശാച് ആത്മാവിനെ മോഷ്ടിക്കുന്നത്? I want to present 3 ways in which he does this. പിശാച് അത് ചെയ്യുന്നതായ 3 വഴികളെ കുറിച്ച് ഞാൻ പറയാം. First of all, ഒന്നാമതായി he tries to divert the soul through pleasures and entertainments. ഇമ്പങ്ങളും സന്തോഷങ്ങളിലും മുഖാന്തരമായി ആത്മാവിനെ വ്യതിചലിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. We just read a verse which says that our soul came from God. It's the breath of God. നാം ഇപ്പോൾ ഒരു വാക്യം വായിച്ചുവല്ലോ, നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു, അത് ദൈവത്തിന്റെ ശ്വാസമാകുന്നു എന്ന്. And at the end of man's journey of life, he has to present this soul back to God. ഒരു മനുഷ്യന്റെ ജീവിതയാത്രയുടെ അവസാനം ഈ ആത്മാവ് അവൻ ദൈവത്തിന് തിരികെ സമർപ്പിക്കണം. In the Bible there was a man called Samson. വേദപുസ്തകത്തിൽ ശിംശോൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. He tried to trap him inside a city. അവരെ തന്നെ ഒരു പട്ടണത്തിനകത്ത് ബന്ധിക്കുവാൻ ശ്രമിച്ചു. So they locked him inside. തന്നെ പട്ടണത്തിനുള്ളിൽ ബന്ധിച്ചു. But when the Spirit of God came upon him, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വന്നപ്പോൾ he in the middle of the night he went out, he saw the gates locked. താൻ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതിന്റെ വാതിലുകളൊക്കെ അടച്ചിരിക്കുന്നത് കണ്ടു. So he carried the gate. താൻ അതുകൊണ്ട് അതിന്റെ വാതിൽ പൊളിച്ചെടുത്തു. And with the pillars, അതിന്റെ തൂണുകളോടുകൂടി താൻ പൊളിച്ചെടുത്തു. Carried it to the top of a mountain. അത് ചുമന്ന് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. So sometimes we think, how can that be? That's not possible. It's all fiction. ചിലപ്പോൾ നാം ചിന്തിക്കും അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്നാൽ ഇതൊരു സാങ്കല്പിക കഥയല്ല. God willing, on Saturday you will hear the testimony of a man who was a magician who had powers to do this. ദൈവം അനുവദിക്കുന്നെങ്കിൽ ശനിയാഴ്ച ഇപ്രകാരം ചെയ്യുവാൻ കഴിവുണ്ടായിരുന്ന ഒരു മന്ത്രവാദിയുടെ സാക്ഷ്യം കേൾക്കാം. So it is possible. Demons can do it. God also can do it. അത് പിശാചിനും അങ്ങനെ ചെയ്യുവാൻ കഴിയും, ദൈവത്തിനും അങ്ങനെ ചെയ്യുവാൻ കഴിയും. So just like he took
the gate and the pillars and everything and dragged it away with him. ആ ശിംശോൻ അന്ന് അർദ്ധരാത്രിയിലെ കതകും കട്ടളക്കാൽ രണ്ടും ഓടാമ്പലും പറിച്ചെടുത്തുകൊണ്ട് പോയതുപോലെ the soul is very powerful. ആത്മാവിന് വളരെ ശക്തിയുണ്ട്. It has what is called a longing for God. ആ ആത്മാവിന് ദൈവത്തോടുള്ള ഒരു വാഞ്ഛയുണ്ട്. It is basically made so that because it came from God, it is emotionally attached to God. അത് ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് വികാരപരമായി അത് ദൈവത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. It is so powerful that it can drag the body and the spirit and other souls and other people with it towards God. അതിന്റെ ശക്തി വളരെ അധികമാണ്. അതുകൊണ്ട് അതിന് ശരീരത്തെയും മറ്റാത്മാക്കളെയും മറ്റ് മനുഷ്യരെയും എല്ലാം ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ കഴിയും. Wherever it goes, it will tell others about God and says, join me in my journey towards God. എവിടെയെല്ലാം അത് പോയാലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ദൈവത്തിലേക്കുള്ള എന്റെ യാത്രയിൽ പങ്കുചേരുക എന്ന് ആവശ്യപ്പെടും. But when the enemy comes to steal that soul, എന്നാൽ ശത്രു ഈ ആത്മാവിനെ മോഷ്ടിക്കുവാൻ കടന്നു വരുമ്പോൾ he will present other entertainments and pleasures to divert the emotions of the soul to the wrong things. ഈ ആത്മാവിന്റെ ദൈവത്തോടുള്ള വികാരപരമായ അടുപ്പം മാറ്റേണ്ടതിന് മറ്റു പലവിധത്തിലുള്ള ഇമ്പങ്ങളും വിനോദങ്ങളും ഇതിന്റെ മുമ്പാകെ കൊണ്ടുവന്നു വയ്ക്കും. So the soul that is supposed to be longing after God gets diverted to things that are of no value. ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതാകുന്ന ആ ആത്മാവ് അത് നിമിത്തമായി യാതൊരു വിലയുമില്ലാത്ത വസ്തുക്കളുടെ പിന്നാലെ ആകർഷിക്കപ്പെടുന്നു. So when the soul gets diverted, instead of going towards God, if it goes anywhere else, that's called the death of the soul. ദൈവത്തിങ്കിലേക്ക് പോകുന്നതിന് പകരം എന്തിലേക്കെങ്കിലും ആത്മാവ് ആകർഷിക്കപ്പെടുമ്പോഴാണ് അതാണ് ആത്മീക മരണം അല്ലെ ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത്. Now you consider this man in the parable who's taking this treasure to deliver it to its owner. ഈ ഉപമയിൽ പറഞ്ഞതായ ആ നിക്ഷേപം യജമാനന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. He has been told about the treasure. ആ നിധിയെ കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ട്. He has been told about the enemies who want that treasure. ആ നിധി മോഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെ കുറിച്ചും തന്നോട് പറഞ്ഞിട്ടുണ്ട്. Do you think he will have the time to go and sit and watch a movie in part of his journey? തന്റെ യാത്രയുടെ മധ്യേ തനിക്ക് പോയി എവിടെയെങ്കിലും ഇരുന്ന് ഒരു സിനിമ കാണുവാനുള്ള സമയം ലഭിക്കും എന്ന് നിങ്ങൾ കരുതുന്നുവോ? I am so tired of walking. I want some relaxation. Let me go and watch a movie. ഞാൻ ഒത്തിരി നടന്ന് മടുത്തു, അതുകൊണ്ട് ഞാൻ അല്പസമയം പോയിരുന്ന ഒരു സിനിമ കണ്ട് സന്തോഷിക്കട്ടെ. You think he can watch that movie peacefully? നിങ്ങൾ കരുതുന്നുവോ സമാധാനത്തോടെ അവനിരുന്ന് ആ സിനിമ കാണുവാൻ കഴിയുമോ? He can watch the movie peacefully if he forgets the treasure for some time. ആ നിധിയെ കുറിച്ച് അല്പസമയം അവൻ മറന്നു കളയുന്നെങ്കിൽ സമാധാനത്തോടെ ഇരുന്ന് സിനിമ കാണാം. But if he is a responsible person living carefully, realizing that he has to hand that treasure over to its owner, he can't watch that movie. ആ നിധി യജമാനന്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം എന്നുള്ള ബോധത്തോടുകൂടി ഉത്തരവാദിത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തനിക്ക് അങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് സിനിമ കാണുവാൻ കഴിയുകയില്ല. At the end of our life, we have to present our soul to its maker, to its owner, to its lover, that is God himself. നമ്മുടെ ജീവിതയാത്രയുടെ അവസാനം ദൈവം തന്നെയാകുന്ന നമ്മുടെ ആത്മാവിന്റെ ഉടയവന്, അതിന്റെ യജമാനൻ, അതിനെ സ്നേഹിക്കുന്നവന് നാം ഈ ആത്മാവിനെ കൊണ്ടുപോയി സമർപ്പിക്കണം. If you turn to Hebrews chapter 12, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ you read of certain diversions there. അവിടെ ചില വ്യതിചലനങ്ങളെ കുറിച്ചൊക്കെ കാണുവാൻ കഴിയുന്നു. Read verses 1 and 2. 1-2 വാക്യങ്ങൾ വായിക്കും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം. Wherefore, seeing we also are compassed about with so great a cloud of witnesses, let us lay aside every weight and the sin which doth so easily beset us, and let us run with patience the race that is set before us, looking unto Jesus, the author and finisher of our faith. Enough. Here we read of a race. ഇവിടെ ഒരു ഓട്ടത്തെ കുറിച്ച് നാം കാണുന്നു. Now the writer of this epistle, namely St. Paul, ഈ ലേഖനകർത്താവാകുന്ന പൗലോസ് അപ്പോസ്തലൻ was a man acquainted with Greek philosophy and Greek mythology. ഗ്രീക്ക് തത്വജ്ഞാനവുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. And Greek stories also. അങ്ങനെയുള്ള ഗ്രീക്ക് കഥകളും തനിക്ക് അറിയാമായിരുന്നു. There is a Greek story like this. ഗ്രീക്കിൽ ഇപ്രകാരം ഒരു കഥയുണ്ട്. There was a young princess. ഒരു
ഒരു ചെറുപ്പക്കാരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. And when her father, the king, was looking for a bridegroom for her, ആ രാജകുമാരിക്ക് വേണ്ടി അവളുടെ അപ്പനായിരുന്ന രാജാവ് ഒരു മണവാളനെ അന്വേഷിച്ചിരുന്നു. she was very fast in running. തനിക്ക് ഓട്ടം ഓടുന്നത് അതിവേഗതയുണ്ടായിരുന്നു. So the father, the king, said, the man who overtakes her in a running race will be her husband. പിതാവ് രാജാവ് ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു ഓട്ട മത്സരത്തിൽ ഈ പെൺകുട്ടിയെ തോൽപ്പിക്കുന്ന ആൾക്ക് അവളുടെ ഭർത്താവാകുവാൻ കഴിയും. So many men tried to marry her by competing with her, but no one could overtake her. She was first all the time. അനേക പുരുഷന്മാർ വന്ന് ഓട്ടത്തിൽ ഓടി മത്സരിച്ച് ഇവളെ തോൽപ്പിച്ച് ഇവളുടെ ഭർത്താവാകുവാൻ ശ്രമിച്ചെങ്കിലും ആർക്കും കഴിഞ്ഞില്ല, ഇവളാണ് ജയിച്ചത്. But there was one man, എന്നാൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, he found out a secret. താൻ ഒരു രഹസ്യം കണ്ടുപിടിച്ചു. He found out that she had a great love for gold. തനിക്ക് സ്വർണത്തോട് ഒരു വലിയ ആഗ്രഹം, അഭിനിവേശമുണ്ടെന്ന് താൻ കണ്ടുപിടിച്ചു. So he said, I'm going to run with her. താൻ പറഞ്ഞു, ഞാൻ അവളോട് കൂടെ ഓടുവാൻ പോകുന്നു. So when the race started, ആ ഓട്ട മത്സരം തുടങ്ങിയപ്പോൾ immediately she was on the lead. She overtook him. പെട്ടെന്ന് അവൾ മുമ്പിൽ കയറി ഓടുവാൻ തുടങ്ങി. So when she was overtaking him, താൻ ആ സ്ത്രീ ഇവന്റെ മുമ്പിൽ കടന്ന് ഓടിപ്പോകുമ്പോൾ, he took out a golden apple from his pocket and rolled it in front of her. താൻ തന്റെ പോക്കറ്റിൽ നിന്ന് സ്വർണം കൊണ്ടുള്ള ഒരു ആപ്പിൾ എടുത്ത് അവളുടെ മുമ്പിലേക്ക് ഉരുട്ടി കൊടുത്തു. The moment she saw that gold, her speed stopped. താൻ ആ സ്വർണം കണ്ട ഉടനെ അവളുടെ വേഗത കുറഞ്ഞു. Immediately he overtook her. പെട്ടെന്ന് ഇവൻ തന്നെ അവളുടെ മുമ്പിൽ കടന്നു. Then she grabbed that apple and started running again and overtook him. അവള് ആ സ്വർണത്തിന്റെ ആപ്പിൾ എടുത്തിട്ട് കയ്യിൽ പിടിച്ച് വീണ്ടും ഓടുവാൻ തുടങ്ങി. Then he took a second golden apple and rolled it in front of her. താൻ രണ്ടാമതൊരു സ്വർണത്തിന്റെ ആപ്പിൾ എടുത്ത് അവളുടെ മുമ്പിൽ ഉരുട്ടി കൊടുത്തു. Like this, rolling 3 golden apples in front of her, one after the other, he overtook her and finished and married her. ഇങ്ങനെ 3 ആപ്പിളുകൾ ഇവളുടെ മുമ്പാകെ ഉരുട്ടി കൊടുത്തിട്ട് അവളുടെ മുമ്പിൽ കയറി ഓടി താൻ അവളെ വിവാഹം കഴിച്ചു. Some Bible scholars say that St. Paul knew this story because he was brought up in a Greek atmosphere. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഒരു ഗ്രീക്ക് അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് തനിക്ക് ഈ കഥ അറിയുമായിരുന്നു എന്നാണ്. So he was thinking of those golden apples when he was speaking about the sin which doth so easily beset us. ഇവിടെ മുറുകെ പറ്റുന്ന പാപത്തെ കുറിച്ച് താൻ പറയുമ്പോൾ ആ സ്വർണ്ണ ആപ്പിളിനെ കുറിച്ചാണ് താൻ ഓർക്കുന്നത്. So don't look at the golden apples which are trying to divert you. Look unto Jesus and run your race. നിങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സ്വർണം കൊണ്ടുള്ള ആപ്പിളുകളെ നോക്കാതെ യേശുവിനെ നോക്കുക. The devil knows how to tempt a man out of God's way. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിച്ച് എപ്രകാരം പുറത്തു കൊണ്ടുവരണമെന്ന് പിശാചിന് അറിയാം. And this is precisely what he is busy about in the whole world today. ഈ മുഴു ലോകത്തിലും പിശാച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. If you turn to Revelation chapter 12, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 9. 9-ാം വാക്യം വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. And the great dragon was cast out, that old serpent called the devil and Satan, which deceiveth the whole world. Which deceiveth the whole world. It's in present tense. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച് എന്നവിടെ എഴുതിയിരിക്കുന്നു. So that's his business. That's what he's engaged in today. Day and night he is deceiving the whole world. അതാണ് അവന്റെ ജോലി. രാവും പകലും അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നു, വഞ്ചിക്കുന്നു. He is diverting, distracting every human being away from God so that man may not realize the purpose of his life. ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിലുള്ള ഉദ്ദേശത്തെ കുറിച്ച് മനസ്സിലാക്കാതെ ഇരിക്കേണ്ടതിന് എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. So there are thousands and thousands of entertainments that are keeping people engaged so that they might forget that they have a great precious treasure inside them and that the devil might steal it away without their knowing it. ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ വളരെ വിലമതിക്കുവാനാവാത്ത ഒരു നിധിയുണ്ട്, ഒരു നിക്ഷേപമുണ്ട് എന്ന് അവർ മനസ്സിലാക്കാതെ ഇരിക്കേണ്ടതിന് പല വിധത്തിലുള്ള വിനോദങ്ങൾ അവൻ അവരുടെ മുമ്പാകെ കൊണ്ടുവന്നു വെച്ച് അവർ ആ നിക്ഷേപത്തെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. Today so many people not realizing how valuable their treasure is
they're soulless. They are wasting away their lives. ഇന്ന് അനേകർ അവരുടെ ആത്മാവ് ആ നിക്ഷേപത്തിന്റെ വില മനസ്സിലാക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Young brother, young sister, if you are fighting in your homes to enjoy certain pleasures, remember those pleasures are not there by accidents. They are placed there by your enemy to grab your soul away. പ്രിയ യൗവനക്കാരി, നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും ചില വിനോദങ്ങൾ അനുഭവിക്കേണ്ടതിന് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് അവിടെ വന്നത് ഏതെങ്കിലും യാദൃച്ഛ്യ വന്നതല്ല. നിങ്ങളുടെ ആത്മാവിനെ മോഷ്ടിച്ചു കൊണ്ടുപോകേണ്ടതിന് പിശാച് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. Today the owner of your soul has arranged these meetings to warn you that you are going to be deceived. Your soul is going to get stolen. Beware, come back to Jesus. നീ വഞ്ചിക്കപ്പെടുവാൻ പോകുന്നു, നീ യേശുവിലേക്ക് മടങ്ങി വരിക എന്ന് നിനക്ക് മുന്നറിയിപ്പ് തരേണ്ടതിനാണ് ആ നിധിയുടെ ആ ആത്മാവിന്റെ ഉടയവനായ ദൈവം ഇപ്രകാരമുള്ള കൂട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നത്. The second way in which the devil will steal the soul, പിശാച് ആത്മാവിനെ മോഷ്ടിക്കുന്ന രണ്ടാമത്തെ വിധം, he wants to reduce the value of the soul of man by increasing the value of the things of this world. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില കുറച്ച് കളയേണ്ടതിന് ഈ ലോകത്തിന്റെ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. He somehow tries to brainwash human beings into thinking that the possessions of this life are very valuable, that this material life is so valuable that he neglects the soul. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഈ അവന്റെ ആത്മാവിനെ അവൻ മറന്നു കളയേണ്ടതിന് ഈ ലോകത്തിലുള്ള ഭൗതികമായി അവൻ സമ്പാദിക്കുന്നതാണ് ഏറ്റവും വിലയേറിയത് എന്ന് അവൻ ചിന്തിക്കുമാറ് അവന്റെ തലച്ചോറിനെ തന്നെ അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് കളയുന്നു. So the devil can not only divert us with the pleasures of life, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ വിനോദങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ തെറ്റിക്കുവാൻ കഴിയുക മാത്രമല്ല, he can even deceive us through the necessities of life. ഈ ജീവിതത്തിന്റെ ആവശ്യകതകളിലൂടെ നമ്മെ വഞ്ചിക്കുവാനും അവന് കഴിയും. So human beings today are giving undue importance to these things in this world which are going to pass away soon. അതിവേഗം മാറിപ്പോകുവാൻ പോകുന്നതായ ഈ ലോകത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടി മനുഷ്യൻ അനാവശ്യമായ പ്രാധാന്യം നൽകുകയാണ്. So although the things of this world are temporal and the things that are not seen of the invisible world are eternal, man is neglecting things pertaining to that eternal world and giving undue importance to the things of this world as though they are going to be here forever. കാണപ്പെടുന്നതെല്ലാം താൽക്കാലികവും കാണപ്പെടാത്തതെല്ലാം നിത്യവുമാകുന്നുവെങ്കിലും മനുഷ്യൻ ഈ ലോകത്തിൽ കാണുന്നതായ താൽക്കാലികമായ വസ്തുക്കൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം നൽകി കാണപ്പെടാത്ത നിത്യമായ അതിന്റെ പ്രാധാന്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. What is his argument? What is man's argument? എന്താണ് മനുഷ്യൻ പറയുന്നത് എന്താണ്? He says, you talk about heaven and hell and God, all that we'll see later on. Today I need food for my stomach. I need food, clothing and shelter. I have to see that first. നിങ്ങൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചും എല്ലാം പറയുന്നല്ലോ, അത് പിന്നത്തെ കാര്യം. ആദ്യം എന്റെ വയറിനുള്ള ഭക്ഷണം, എനിക്ക് ആവശ്യമായ വസ്ത്രം, ഇതൊക്കെ ഞാൻ നേടട്ടെ. You expect me to leave my job and everything, go and sit in the church and say praise the Lord all the time, is it? എന്റെ ജോലിയെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഏതെങ്കിലും സഭയിൽ പോയിരുന്ന് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? So that's man's argument. അതാണ് മനുഷ്യന്റെ പറച്ചിൽ. Today what is important, do. Tomorrow we'll see tomorrow. ഇന്ന് എന്താണോ പ്രാധാന്യമുള്ളത് അത് ചെയ്യുക, നാളെ എന്ത് വേണം അത് അപ്പോൾ നോക്കാം. So man is valuing today's needs and neglecting tomorrow. മനുഷ്യൻ അതുകൊണ്ട് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നാളത്തെ അവഗണിക്കുന്നു. So we are not saying that you have to leave everything in this world behind and go and sit in the jungle like an ascetic. നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിട്ട് നിങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വനത്തിൽ പോയി ഒരു സന്യാസിയെ പോലെ ഇരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. We need money, we need clothes, we need jobs, we need to study, we need to be in this world. But what I'm talking about is the undue value that we give to these things. നമുക്ക് ജോലി വേണം, പണം വേണം, വസ്ത്രം വേണം, പഠിക്കണം, ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഒരുപക്ഷെ വേണം, എന്നാൽ അതിനാവശ്യമില്ലാത്ത പ്രാധാന്യം നൽകരുത്.